രാവിലെ ട്രെയിനിൽ നിന്ന് പുറത്തേണ്ട കാഴ്ചയാണ്. ട്രെയിൻ യാത്രകളെ മനോഹരമാക്കുന്നത് ഇങ്ങനെയുള്ള സീനറീസ് ആണ്. ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലൂടെയാണ്. ഒരു ഹെവൻലി ഫീൽ വരുന്ന ആകാശവും പച്ചപ്പും കാറ്റാടിയും മരങ്ങളും നെൽപ്പാടവും വളരെ മനോഹരമായിരുന്നു ഓരോ സീനറീസും. 2 ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനാണ് ഈ യാത്ര. ഞങ്ങളായിരുന്നില്ല പോകേണ്ടിയിരുന്നത്. അച്ഛന് തിരക്കുകളുള്ളതുകൊണ്ട് ഞങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെട്ടതാണ്. ആശങ്കകൾ ഒരുപാടുണ്ടായിരുന്നു. അച്ഛനില്ല, എൻ്റെ ഫാമിലി ഇല്ലാത്ത ഫസ്റ്റ് ട്രിപ്പ്, അച്ഛൻ്റെ ഫാമിലിയുടെ കൂടെയുള്ള ഫസ്റ്റ് ട്രിപ്പ്. യാത്ര തുടങ്ങിയപ്പോഴേ മനസ്സിലായി ഞാനും മക്കളും സേഫായ കരങ്ങളിലാണുള്ളത്, പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. വേനൽക്കാലത്ത് തമിഴ്നാട്ടിലുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു ഇതുവരെയും. പക്ഷേ എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് ഇത്തവണ വളരെ മനോഹരമായിരുന്നു തമിഴ്നാട്ടിലേക്കുള്ള ഈ യാത്ര. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തിരുച്ചിറപ്പള്ളി എന്ന സ്ഥലത്താണുള്ളത്. അച്ഛൻ്റെ കസിൻ്റെ മോളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ അറ്റൻഡ് ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത്. ഞങ്ങളും കുട്ടിപ്പട്ടാളവും ഉൾപ്പെടെ 10-40 പേര് അധികം ഉണ്ടാവും ഈ യാത്രയിൽ. ഞങ്ങൾക്ക് സ്റ്റേ ഒരുക്കിയിരിക്കുന്നത് അച്ഛൻ്റെ ഇന്നൊരു കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലോട്ട് പോകാനായിട്ട് ഞങ്ങൾക്കൊരു മെയിൻ ബസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ദൂരം ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും. അങ്ങനെ അവസാനം വീടൊക്കെ എത്തി. എല്ലാവരും റിഫ്രഷ് ആയി. എല്ലാവരും യാത്രാക്ഷീണം കൊണ്ട് ഓരോ സ്ഥലത്ത് ഇരിപ്പായി. കുറേ നാൾക്ക് ശേഷമുള്ള യാത്ര ആയതുകൊണ്ടും കുറേ നാൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടുന്നതുകൊണ്ടും ട്രെയിൻ യാത്രയെല്ലാം വളരെ മനോഹരമായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും തിരിച്ച് ഒന്ന് ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ച് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. ചായയും കൊണ്ട് പട്ടി, പാമ്പ്, കുരങ്ങൻ എന്നിവയുടെ ശല്യം ഉണ്ടെന്ന് ആദ്യമേ മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ടെന്നൊരു മോൻ പറഞ്ഞു. എന്നാൽ പിന്നെ അതുകൂടെ കാണാമെന്നായി. ഒരു കുഞ്ഞു സ്പേസ്, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും അവർ കളിക്കുന്നുണ്ടായിരിക്കുക. അവിടെ നിന്ന് കുറച്ചുകൂടെ നടന്നപ്പോഴത്തേക്കും മെയിൻ റോഡ് എത്തി. കുറച്ചധികം നല്ല കാഴ്ചകളുണ്ടായിരുന്നു. നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. കേരളവും ഈ കാണുന്ന കാഴ്ചയും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. ഈ കാണുന്ന ഒരു സാധാരണ ചായക്കടയാണ്. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ്. ആകാശം കാണാൻ വളരെ നല്ല ഭംഗിയായിരുന്നു. പെട്ടെന്ന് തന്നെ നേരെ ഇരുട്ടിയതുപോലെ തോന്നി. പട്ടിശല്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയധികം പട്ടികൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കറങ്ങാണ്ട് പെട്ടെന്ന് വീട്ടിലോട്ട് എത്തി. വീട്ടിലെത്തിയപ്പോഴാണ് അതിനേക്കാളും മനോഹരമായ കാഴ്ചകൾ ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷനും കുട്ടികളുടെ കളിയും വളരെ മനോഹരമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിച്ചേരലായതുകൊണ്ട് തന്നെ വിശേഷങ്ങൾ പറയാനായിട്ട് ഒരുപാടുണ്ടായിരുന്നു. ഓരോ പോർഷനിലും ഓരോ ഗ്യാങ് ആയിട്ട് എല്ലാവരും ഇരിപ്പുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും അറിയുന്നത് ഞാൻ വീഡിയോ എടുത്ത് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനുള്ള സമയമായി. എല്ലാവരും ഫുഡ് കഴിച്ചു. നാളെ ഇവിടെ നിന്ന് കുറച്ചധികം ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്. പള്ളിയിലോട്ടും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ടും പോകാനായിട്ട്. അതിനുള്ള ഡിസ്കഷനാണ് ഈ നടക്കുന്നത്. വിശേഷം പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ നല്ല ലേറ്റായി. എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഒരു ഹാളിലാണ് കിടന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇതിൽ മനോഹരമായ വിശേഷം അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ.